ക്ഷാമബത്ത കുടിശ്ശികയുടെ കാര്യത്തിൽ സംഭവിച്ചതിന് പിന്നാലെ ആശ്രിത നിയമനത്തിലും സർക്കാർ ജീവനക്കാർക്ക് പ്രതികൂലമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. പുതിയ നിയമമനുസരിച്ച് ഒരു ജീവനക്കാരൻ മരിക്കുമ്പോൾ ആശ്രിതന് 13 വയസ്സ് പൂർത്തിയായിരിക്കണം. ഈ നിബന്ധനയോടൊപ്പം ആശ്രിത നിയമനത്തിന് അപേക്ഷിക്കുന്നവരുടെ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല. ഈ 2 നിബന്ധനകളും ജീവനക്കാരുടെ സംഘടനകൾ ശക്തമായി എതിർത്തിരുന്നു. എന്നിരുന്നാലും മന്ത്രിസഭായോഗം ഈ എതിർപ്പുകൾ കണക്കിലെടുക്കാതെ പുതിയ നിയമം പാസാക്കി. ഇതോടെ 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ആശ്രിതരായി കണക്കാക്കില്ലേ എന്ന ചോദ്യം ജീവനക്കാർക്കിടയിൽ ഉയരുന്നു. ഒരു വശത്ത് വലിയ തുകയുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയും മറുവശത്ത് ആശ്രിത നിയമനത്തിന് കൂടുതൽ നിബന്ധനകൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നത് ജീവനക്കാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. പ്രതിപക്ഷ സർവീസ് സംഘടനകൾ ഈ പുതിയ നിയമത്തിനെതിരെ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ്. ഇതിനു മുൻപ് സർക്കാർ ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലെ നിയമനം നിർത്തലാക്കാൻ ശ്രമിച്ചത് ജീവനക്കാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചിരുന്നു. ഇപ്പോൾ ആശ്രിത നിയമനത്തിലെ പുതിയ നിബന്ധനകൾ വീണ്ടും ജീവനക്കാരെ ചൊടിപ്പിച്ചിരിക്കുകയാണ്.